ഹരേ കൃഷ്ണ. സുന്ദരകാന്ഡത്തിൽ ലങ്കാമർദ്ദനമെന്നുള്ള ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞതിൻ്റെ ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത്. കർക്കിടക മാസത്തിൽ മാത്രമല്ല രാമായണം പാരായണം ചെയ്യുന്നത്. എല്ലാ മാസത്തിലും നമുക്ക് പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണം. കഴിഞ്ഞ ഭാഗത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഞാനിപ്പോൾ പാരായണം ചെയ്യുവാൻ പോകുന്നത്. നിജ സജീവ തനയരെഴുവരും അമിത സൈന്യവും നിർജ്ജര ലോകം ഗമിച്ചത് കേൾക്കയാൽ മനസ്സി ദശമുഖന് ഒരു താപവും ഭീതിയും മാനവഖേദവും നാണവും തേടിനാൻ. ഇനിയൊരുവൻ ഇവനോട് ജയിപ്പതിനില്ല, മറ്റിങ്ങനെ കണ്ടീല മറ്റു ഞാൻ ആരെയും. ഇവരൊരുവരെതിരിടുകില്ല സുരസുരജാതികൾ എങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയെ. അവർ പലരും ഒരു കവിയോടേറ്റു മരിച്ചിതങ്ങയ്യോ, സുഹൃതം നശിച്ചിതു മാമകം. തൻ്റെ 7 മന്ത്രിപുത്രരെയും സൈന്യത്തെയും ഹനുമാൻ കൊന്നുവെന്ന വാർത്ത രാവണനെ വേദനിപ്പിച്ചു. അതിലും കൂടുതലായി ലജ്ജിതനും ഭയഭീതനുമാക്കി. ഇനി ഇവനെ ജയിക്കാൻ ആരെയാണ് വിടുക എന്നറിയാതെ രാവണൻ അസ്വസ്ഥനായി. അസുരകുലത്തിൽ ഇവനെ ജയിക്കാൻ ഇനി ആരെങ്കിലുമുണ്ടോ? ത്രിലോക വിക്രമികളായി 7 പേർ ഒരുമിച്ച് വാനരനോടേറ്റിട്ട് എല്ലാവരും മരിച്ചു. എൻ്റെ പുണ്യമെല്ലാം നശിച്ചോ? അതുകൊണ്ടാണോ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്? പലവും ഇത് കരുതിയൊരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നോരു താതനോടാദരാൻ വിനയമൊടു തൊഴുതിളയ മകനൂര ചെയ്തിതു. വീരപുംസാമിതം യോഗ്യമല്ലേതുമേ അലമലമിതറികിൽ അനുചിതം അഖില ഭൂവൃത ആത്മഗേദം ധൈര്യ ശൗര്യ തേജോഹരം അരിവരനെ നിമിഷമിക കൊണ്ടുവരുവനെന്ന് അക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ. ഇങ്ങനെ പലതും ചിന്തിച്ച രാവണൻ ആകെ പരവശനായിരിക്കുന്നത് കണ്ട് രാവണന്റെ ഇളയ പുത്രൻ പിതാവിനോട് പറഞ്ഞു, എല്ലാ രാജാക്കന്മാരുടെയും ആത്മവീര്യം നശിപ്പിക്കുന്നത് മനോദുഃഖമാണ്. വീരപുരുഷന്മാർക്ക് ഇതൊരിക്കലും യോജിച്ചതല്ല. നമ്മുടെ ശത്രുവായ വാനരനെ ഞാൻ ഉടനെ പരാജയപ്പെടുത്തി കൊണ്ടുവരുന്നതാണ് എന്നു പറഞ്ഞ് രാവണപുത്രൻ അക്ഷയകുമാരൻ ഹനുമാന്റെ സമീപത്തേക്ക് പോയി. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കിൽ അടുത്ത ഭാഗത്ത്.